നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഒരു തീവ്രവാദമോ ഭീകരവാദമോ ഒന്നും തലപൊക്കാതെ ഇവിടെയുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമെല്ലാം സൗഹാർദ്ദത്തിൽ, ഒരു ഭാഗത്ത് അതേ കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ട് അച്ഛനും, ഒരു ഭാഗത്ത് ജിഫിരിത്തങ്ങളും ഇപ്പുറത്ത് സാമൂതിരി രാജാവും, അങ്ങനെ എല്ലാവരും പരസ്പരം ഉൾക്കൊണ്ട് വളരെ സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് യാതൊരു അനൈക്യവുമില്ലാത്ത മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കാൻ ചിലർ മുന്നോട്ട് വന്നത്. അനൈക്യമില്ലാത്ത മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തിനാണ് ഒരു മുസ്ലിം ഐക്യസംഘം രൂപീകരിക്കുന്നത്? ഉള്ള ഐക്യം തകർക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ആ പരിശ്രമം. അങ്ങനെ അവർ എന്തു ചെയ്തു? അവർ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു, മുസ്ലിമീങ്ങൾ നടന്നു വരുന്ന ആചാരങ്ങളെ ചോദ്യം ചെയ്തു. നേരത്തെ സഹാബികളുടെ കാലഘട്ടം മുതൽക്ക് നിർമ്മിച്ച പള്ളികളിൽ നടന്നു വന്ന നിസ്കാരത്തിന്റെ ഖുതുബയുടെ ഭാഷ മാറ്റണം എന്നവർ വാദിച്ചു. അവിടെ മക്ക മദീന അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ നബിതങ്ങളിൽ കണ്ടു മനസ്സിലാക്കി നടപ്പാക്കിയ നിസ്കാരത്തിന്റെ എണ്ണം വെട്ടിച്ചുരുക്കണം എന്നവർ വാദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ ഒന്നടങ്കം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആർക്കും സംശയത്തിന് അവകാശമില്ലാത്ത വിധം പ്രഖ്യാപിച്ച 3 തലാഖ് ഒന്നേ സംഭവിക്കുകയുള്ളൂ എന്ന് അവർ ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് കുടുംബകലഹമുണ്ടാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. ഇതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ എപ്പോഴും അവരുടെ ഒരാഴ്ചക്കാലത്തെ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ പൊറുപ്പിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അന്നത്തെ ദിവസത്തിൽ ഏറ്റവും വലിയ പുണ്യകർമ്മമായ ജുമുഅ, അത് നഷ്ടപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾ രൂപീകരിച്ചു. അന്ന് മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പാക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുമ്പ് തന്നെ എന്ത് തർക്കങ്ങളുണ്ടെങ്കിലും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളെ പിന്തുടരണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കെ ആ ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട പ്രഗത്ഭനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കി സ്ഥിരപ്പെട്ടതാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ രേഖപ്പെടുത്തിയ ജുമുഅയുടെ 2 ബാങ്ക് ഒന്ന് വെട്ടിച്ചുരുക്കി. അതേപോലെ അവർ ഓരോ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ആശയങ്ങൾ അവർ വെട്ടിച്ചുരുക്കിക്കൊണ്ടേയിരുന്നു. മഹാന്മാരായ അമ്പിയാക്കളും അമ്പിയാക്കളുടെ പിൻഗാമികളും സഹാബികളും എല്ലാവരും ചെയ്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഏർപ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ നേരിൽ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന പുണ്യകർമ്മവും ഒക്കെ അത് സഹാബികളുടെ കാലഘട്ടത്തിലും ശേഷവും യാതൊരു തർക്കവുമില്ലാതെ നടന്നു വന്ന ആചാരങ്ങളാണ്. അത്തരം ആചാരങ്ങളെ അവർ ചോദ്യം ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നവർ ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ രൂക്ഷമായ ഭിന്നതയുണ്ടാക്കാൻ ഈ ഐക്യത്തിന്റെ പേരിൽ രംഗത്ത് വന്ന കക്ഷികൾ ഇവിടെ പരിശ്രമിച്ചു. അവരുടെ പരിശ്രമം ഫലമായി മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ച് തകർന്നു പോകുമെന്നും അതിന്റെ പുറമെ പൂർവികരായ മുസ്ലിമീങ്ങളൊക്കെ പിഴച്ചവരാണ് എന്ന് വാദിച്ച് ആ പൂർവികരുടെ വഴിവിട്ടാൽ പിന്നെ പരിശുദ്ധ ഖുർആൻ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിമീങ്ങളെ വഴിതെറ്റിച്ച് എവിടെയെല്ലാമോ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുമെന്ന് മനസ്സിലാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ ഉപരോധിക്കൽ, അതിനെ പ്രതിരോധിക്കൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കി നിയമപരമായ മാർഗത്തിലൂടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭക്ക് അന്ന് രൂപം കൊടുത്തത്.